റോയ്ച്ച, ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണ്. അതിനെതിരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് വക്കീൽ നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തു. അത്രയും നിഷ്കളങ്കനാണോ കടകംപള്ളി? കടകംപള്ളി സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി പണ്ട് കാലങ്ങളിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സുമായി ചേർന്നൊക്കെയാണ് പലപ്പോഴും ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതായത് 96-2001 കാലത്തെ നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് കല്ലുവാതുക്കൽ മദ്യദുരന്തം ഉണ്ടായത്. ആ മദ്യദുരന്തം 2000 ഒക്ടോബർ 21 ആ മദ്യദുരന്തം ഉണ്ടായി. കേരളം ഞെട്ടിപ്പോയ സംഭവമാണ്. ഏതാണ്ട് 30-ലധികം പേര് മരിക്കുകയും ഒരുപാട് പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത വലിയൊരു ദുരന്തമായിരുന്നു. അതായത് കേരളത്തിൽ ഭരണകൂടവുമായി ഈ മദ്യമാഫിയ പിടിമുറുക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് എല്ലാ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ കല്ലുവാതുക്കൽ മദ്യദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ആ മദ്യരാജാവായിരുന്ന മണിച്ചൻ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ അക്കാലത്ത് മാസം തോറും പടി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാസപ്പടി ഡയറി 99 ഇൻകം ടാക്സുകാർ കണ്ടെത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ അന്ന് ആ കണ്ടെത്തിയ വിവരം സർക്കാരിനെ അറിയിച്ചെങ്കിൽ സർക്കാർ അത് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അന്നത്തെ നായനാർ സർക്കാർ അത് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. കാരണം മണിച്ചനുമായിട്ട് അന്നത്തെ ഭരണത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും വളരെ അടുത്ത ബന്ധമുണ്ടായി. പ്രത്യേകിച്ച് CPM നേതാക്കൾക്കെല്ലാം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് മദ്യ ദുരന്തം വന്നതിന് ശേഷമാണ് ഈ ഡയറിയിലെ കഥകളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ അന്നത്തെ CPM നേതാക്കൾ ഈ മണിച്ചിൽ നിന്നും പണം പറ്റിയവരെക്കുറിച്ച് പല കഥകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പലരുടെയും പേരുകളൊക്കെ അന്ന് വന്നിരുന്നെങ്കിലും 2001 അധികാരത്തിൽ വന്ന AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ വർക്കല MLA ആയ ഈ കല്ലുവാതുക്കൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിൻ്റെ MLA ആയിരുന്നു വർക്കല കഹാർ, കോൺഗ്രസ് അംഗമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അംഗമായ വർക്കല കഹാർ അന്ന് നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. 2001 ഒക്ടോബർ 15 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, നക്ഷത്രചിഹ്നമില്ലാത്ത ഒരു ചോദ്യം അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതിയായ മണിച്ചൽ നിന്നും അന്നത്തെ ഭരണകക്ഷി നേതാക്കളിൽ ആരെല്ലാം എന്ത് തുക വീതം മാസപ്പടി വാങ്ങിയതായതാണ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രത്യേക അന്വേഷണ വിഭാഗം 2000 ഡിസംബർ സംബന്ധിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് വിശദമാക്കാമോ? അതിന് ആന്റണി പറഞ്ഞ മറുപടിക്കകത്ത് അദ്ദേഹം ഈ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പറയുന്നുണ്ട്. മണിച്ചൻ എന്ന് വിളിക്കുന്ന ചന്ദ്രൻ എന്ന അബ്കാരി കരാറുകാരൻ രാഷ്ട്രീയ പ്രവർത്തകരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രന് 60,000 രൂപയും ശ്രീമതി ഭാർഗവി തങ്കപ്പന് പല പ്രാവശ്യമായി 3,30,000 രൂപയും M സത്യനേശന് ആകെ 3,37,000 രൂപയും ശ്രീ പേരൂർക്കട സദാശിവന് 1,00,000 രൂപയും MI ഷാനവാസിന്, കോൺഗ്രസ് നേതാവ് MI ഷാനവാസിന് 50,000 രൂപയും കോളിയക്കോട് കൃഷ്ണൻ നായർക്ക് 30,000 രൂപയും ശ്രീ മുദ്ദാക്കൽ ശ്രീധരന് 2,000 രൂപയും അജിത്ത് എന്നയാൾക്ക് 75,000 രൂപയും നൽകിയതായി ഇൻകം ടാക്സ് അധികൃതർ മണിച്ചൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ വിവരിച്ചിട്ടുള്ളതായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ ശ്രീമതി ഭാർഗവി തങ്കപ്പനും ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമേ പബ്ലിക് സർവൻസ് എന്നുള്ള നിർവചനത്തിൽ വരികയുള്ളൂ എന്നൊക്കെയാണ് ഈ ഉത്തരത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മണിച്ചന്റെ ഡയറി അന്ന് ഇൻകം ടാക്സ് കണ്ടെടുത്തത് പൂഴ്ത്തി വയ്ക്കാതിരുന്നെങ്കിൽ ഈ ദുരന്തം പോലും ഒഴിവാകുമായിരുന്നു. കാരണം അത് രാഷ്ട്രീയക്കാരും ഈ മണിച്ചനും മദ്യരാജാവും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ അന്ന് എക്സ്പോസ്ഡ് ആവുകയും CPM അല്ലെങ്കിൽ ഭരണത്തിലുണ്ടായിരുന്ന അന്നത്തെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, നായനാർ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അത് ഈ മണിച്ചൻ്റെ ഈ തട്ടിപ്പ് കച്ചവടങ്ങളെല്ലാം തന്നെ അന്നത്തെ ഭരണകൂടത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. മണിച്ചൻ്റെ ഔദാര്യങ്ങൾ പറ്റിയവർ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങളൊന്നും വന്നിരുന്നതാണ്. എക്സൈസ് വകുപ്പിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ തന്നെ മണിച്ചനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കഥകൾ അന്ന് സർക്കാരിൻ്റെ എല്ലാ റിപ്പോർട്ടുകളിലും എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ബോധപൂർവം മണിച്ചനെ അന്നത്തെ CPM ഒരു കറവ പശുവായി വെക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ പൈസകളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പോലെ അന്നത്തെ ഒരു ഇടത്തരം നേതാവ് 60,000 രൂപ വാങ്ങിച്ചു എന്നാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം മണിച്ചൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ വന്ന സമയത്ത് സുപ്രീം കോടതിയുടെ വിധിയിൽ അതിൻ്റെ 51-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, അന്നത്തെ ഭരിച്ചിരുന്ന പാർട്ടിയിലുള്ളവരും ഭരണകൂടത്തിൽപ്പെട്ടവരും ഈ മദ്യമാഫിയയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ദുരന്തമാണ് ഈ കല്ലുവാതുക്കൽ മദ്യദുരന്തത്തിന് കാരണമെന്ന് അന്ന് പറയുന്നുണ്ട്, ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ ഇതേപോലുള്ള വ്യാജമദ്യ ലോബിയിൽ നിന്ന് പണം വാങ്ങി അവരുടെ കാര്യസാധ്യത നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ദുരന്തമാണ് അനുഭവിച്ച കേരളം കണ്ടത്. എത്രയോ പേര് ഇപ്പോഴും ആ ദുരിതം അനുഭവിക്കുന്ന ധാരാളം പേര് ആ പ്രദേശത്തൊക്കെ ഉണ്ട്.
അപ്പോൾ പിന്നീട് വന്ന ഈ ഇതേക്കുറിച്ച് മദ്യദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അന്നത്തെ നായനാർ സർക്കാർ പിന്നെ ചുമതലപ്പെടുത്തിയ അന്വേഷണ കമ്മീഷനായിട്ട് വെച്ച ജസ്റ്റിസ് വി പി മോഹൻകുമാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്തും ഇവരുടെ എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ആ റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി പണം വാങ്ങിച്ചു എന്നുള്ള റിപ്പോർട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം വാങ്ങിച്ചത്. അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് വാങ്ങിച്ചു എന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം വളരെ എടുത്തു പറയുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് പറയുന്നത്: ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഹു വാസ് മെമ്പർ ഓഫ് ദി സെക്രട്ടേറിയറ്റ് ഓഫ് CPM at the relevant time, has admitted that the party has received money from Manichet. He justifies the receipt as having been done for the purpose of the party election fund. വർക്കൽ രാധാകൃഷ്ണൻ 97-ലും മറ്റു മത്സരിച്ച സമയത്ത് പണം വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹം അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം അത് CPM-ൻ്റെ നേതാക്കന്മാരെ കുറിച്ചെല്ലാം ഈ ജസ്റ്റിസ് വി പി മോഹൻകുമാർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ഈ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സത്യനേശൻ മാറിയതിന് ശേഷം വന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയായ M. വിജയകുമാർ കമ്മീഷന് മുമ്പാകെ കൊടുത്ത മൊഴിക്കകത്ത് പറയുന്നുണ്ട്, സത്യനേശൻ ഇതേപോലെ സ്ഥിരമായിട്ട് അബ്കാരികളിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ഒരുത്തനാണെന്ന് ജസ്റ്റിസ് M. വിജയകുമാർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഭരണത്തിലുള്ള പാർട്ടിയിലുള്ളവരെ ഇത്തരം ഈ വ്യാജമദ്യ ലോബിയുമായിട്ട് അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന് പാർട്ടിക്ക് തന്നെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പം ഈ ശ്രീജിത്ത് ചോദിച്ച പോലെ നിഷ്കളങ്കമായ ഇടപാടുകളല്ല പലപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കാണാതാവുകയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഫ്രോഡുകളെല്ലാം വന്ന് അവിടെ കുടിയേറുകയും ദ്വാരപാല വിഗ്രഹം തന്നെ എടുത്ത് മോഷ്ടിച്ച് വിൽക്കുകയൊക്കെ ചെയ്തതിൻ്റെ സ്ഥിതിവിശേഷമുണ്ട്. അത് കോടതി രേഖകളിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. കോടതി തന്നെ പറഞ്ഞാണ് വലിയ വിലയ്ക്ക് ഏതോ കോടീശ്വരനത് വിറ്റിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ ഈ അവിടെ നടന്ന അഴിമതിയുടെ വ്യാപ്തി അമ്പരപ്പിക്കുന്ന തരത്തിലാണ്. ഒരു ശ്രീകോവിലിനോട് ചേർന്നുള്ള ഏറ്റവും പരമപ്രധാനമായ 2 ശില്പങ്ങൾ മറിച്ച് വിറ്റു എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കേരളത്തിലെ ഭക്തരെ ഞെട്ടലോടുകൂടി മാത്രമേ അത് കാണാൻ കഴിയൂ. ഇപ്പം ഒരു കിലോ 2 കിലോ സ്വർണത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമായ ശില്പങ്ങളാണ് അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കച്ചവടം നടത്തിയിരിക്കുന്നത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്ത് ശബരിമലയിൽ മാത്രമല്ല ഗുരുവായൂരിലും സമാനമായ രീതിയിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് തന്നെ, അത് കാരണം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? കേരളത്തിലെ ക്ഷേത്രങ്ങളോട് ചേർന്ന് വരുമാനമുള്ള പട്ടണി ക്ഷേത്രങ്ങളുടെ അല്ല, വരുമാനമുള്ള ക്ഷേത്രങ്ങളോട് ചേർന്ന് വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു എന്നുള്ള വലിയ തെളിവാണ്. ആ ഗുരുവായൂർ ഇതിനെക്കുറിച്ചുള്ള സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിൽ കാണിക്കയായി വരുന്ന വലിയ തോതിൽ സ്വർണം, വെള്ളി, മറ്റ് അമൂല്യ വസ്തുക്കളൊക്കെ വരുന്ന ഒന്നും രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നില്ല. അത് വരുമ്പോൾ സ്റ്റേജിൽ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്തിനധികം പറയുന്നു, ഭഗവാന് കാണിക്കയായിട്ട് സമർപ്പിച്ച മഞ്ചാടി കുരു പോലും ഏതാണ്ട് 10-100 ചാക്ക് മഞ്ചാടി കുരു പോലും അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സ്വർണം അടിച്ചു മാറ്റുന്ന കഥയെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നതല്ലേ ഭേദം. വളരെ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കുന്ന മഞ്ചാടി കുരു 100 ചാക്ക് അവിടുത്തെ അമ്പലത്തിൻ്റെ ട്രാക്ടറിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോയി പുറത്ത് കച്ചവടം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് ഈ നാട്ടിൽ വിശ്വാസ കേന്ദ്രങ്ങളുമായി കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊള്ളയുടെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമൊക്കെയുള്ള ചെറിയ ചെറിയ കഥകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന 2019 നമ്മളിപ്പോൾ പരാമർശിച്ച ഗുരുവായൂരിലെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2019-20 കാലത്തെയാണ്. ഇനി വരാൻ കിടക്കുന്നു, 4-5 വർഷത്തെ റിപ്പോർട്ടുകൾ വരാൻ കിടക്കുന്നു. അപ്പം ഇത് ക്ഷേത്രങ്ങൾ ഇന്നലെ ഒരു ചാനലിൽ ശബരിമലയിലെ വിജിലൻസ് SP ആയിരുന്ന ദേവസ്വം വിജിലൻസ് SP ആയിരുന്ന ഗോപാൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഓഫീസർ, IPS-കാരനായ ഓഫീസർ പറയുകയാണ്, അദ്ദേഹം ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട പ്രീമിയർ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അഴിമതി കണ്ടുപിടിക്കുന്നതിന് ചുമതലയുള്ള ഏജൻസികളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു. പക്ഷേ അദ്ദേഹം തല പെരുത്തു പോയത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ശബരിമലയിൽ അദ്ദേഹം വിജിലൻസ് ഓഫീസറായിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന അഴിമതി കണ്ട് തല പെരുത്തുപോയി എന്നാണ് അദ്ദേഹം ഇന്നലെ ഒരു ചാനൽ പറഞ്ഞത്. അതായത് അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ 99% പേരും ഭീകര കള്ളന്മാരും അഴിമതിക്കാരുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ ഉദ്യോഗസ്ഥന്മാർ ബോർഡിൻ്റെ ഭരണാധികാരികളുമായി ചേർന്ന് നടത്തുന്ന കൊള്ളയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഇത് കാണുമ്പോഴേ അറിയാം. കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ സമർപ്പിക്കപ്പെടുന്ന സ്വർണം അടിച്ചു കൊണ്ടുപോകുന്നു, വിഗ്രഹം ആശാച്ചേനെ എടുത്തുകൊണ്ട് പോകുന്നു, ശില്പങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതിനകത്തൊന്നും ഒരു നടപടിക്രമങ്ങളും പാലിക്കുന്നില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. അവിടെ ഇതൊക്കെയാണ് നടക്കുന്നത്. പാത്രം മേടിക്കുന്നതിനകത്ത് തട്ടിപ്പ്, അല്ലാത്തതിനകത്ത് സാമ്പ്രാണിത്തിരി വാങ്ങിക്കുന്നതിനകത്ത് പോലും കൊള്ള നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ഒരു അറുതി ഉണ്ടാകുന്നില്ല. ഇത് തടയണമെന്ന്, അതാണ് ഏറ്റവും സർക്കാരിൻ്റെ കീഴിൽ സർക്കാരിന് നിയന്ത്രണമുള്ള സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡിലെ ഈ ചെയർമാനും മറ്റുള്ളവർക്കൊക്കെ കാറും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള ഒരു സ്ഥാപനമായതുകൊണ്ടാണ് ദേവസ്വം ബോർഡ്. ഈ ദേവസ്വം ബോർഡിലുള്ള ഈ ഭരണാധികാരികളായിട്ട് വരുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ തീവട്ടിക്കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നവരാണ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ അത് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ട് സർക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും, ബോർഡ് പറയുന്നത് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ഇവരവിടെ പോയി ഈ സർക്കാർ സൗകര്യങ്ങളും ദേവസ്വത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ വാങ്ങിച്ച് രാജാക്കന്മാരെ പോലെ വാഴുന്നത്? നിങ്ങൾക്കിതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ചുമതല വിട്ടിട്ട് പോകണ്ടേ? അത് നടക്കുന്നില്ല. അപ്പോൾ ഭരണകൂടത്തിനും അറിയാം, ദേവസ്വം ബോർഡിനും അറിയാം ഇവിടെ കൊള്ളയാണ് നടക്കുന്നത്, വിശ്വാസത്തിൻ്റെ പേരിലുള്ള തീവട്ടി കൊള്ളയാണ് നടക്കുന്നത്, അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരാരും ഒരു നടപടി എടുക്കുന്നില്ല. ഇപ്പോൾ എന്തുവാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലോട്ടും മറ്റേ മുരാരി ബാബുവിൻ്റെ തലയിലോട്ടും ചാരി ഇവരെല്ലാം കൈ കഴുകി ഓടി രക്ഷപ്പെടാനായിട്ടാണ് പോകുന്നത്. ഇവർക്കെല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെയൊക്കെ ക്രിമിനൽ കേസ് എടുത്ത് വിചാരണ കൂടാതെ ഇവരെ കുറേ നാൾ ജയിലിലിടേണ്ട ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് ദൈവത്തിൻ്റെ പേരിൽ പാവപ്പെട്ട ഭക്തന്മാർ സമർപ്പിക്കുന്ന പണമാണ് ഇവർ അടിച്ചുകൊണ്ട് പോകുന്നത്, വേറെ ഒന്നുമല്ലല്ലോ. അതിന് ഇവരുടെ പേരിൽ ഉത്തരവാദിത്വം ചാർത്തി കുറ്റം ചുമത്തി ഇവരുടെ പേരിൽ നടപടി എടുക്കേണ്ടതാണ്. അത് ഇപ്പോൾ ഇത്രയുമെങ്കിലും പുറത്തു വരാൻ കാരണം എന്നാണ് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ വളരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഈ വെളിയിൽ കേൾക്കുന്ന ഈ ചെറിയ ചെറിയ കഥകൾ പുറത്തു വരുന്നത്. ബാക്കി എന്തൊക്കെ നടന്നു എന്നുള്ളത് ആർക്കറിയാം? എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആർക്കും ഉത്തരവാദിത്വമില്ല. തട്ടിപ്പ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അപ്പം തന്നെ അത് സംബന്ധിച്ചുള്ള രേഖകൾ എടുത്ത് അവിടെ തീയിലിടുകയാണെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞ്, വിജിലൻസ് കമ്മീഷണർ പറഞ്ഞ്. എന്തിനെക്കുറിച്ച് ആരോപണങ്ങൾ പുറത്ത് വന്നു കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച രജിസ്റ്റർ, അത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം എടുത്ത് തീയിട്ട് കത്തിച്ച് കളയുക. അപ്പോൾ പിന്നെ തെളിവൊന്നുമില്ലല്ലോ. ഇതാണ് പരമ്പരാഗതമായി നടന്നു വന്നിരിക്കുന്ന സംഭവം. അപ്പം ഇതൊക്കെ തന്നെ ദേവസ്വം മന്ത്രിയായിട്ട് 5 വർഷം ഇരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. കാരണം കേരള സർക്കാരിൻ്റെ പോലീസിന്, കേരള സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് വകുപ്പുകൾ, വിജിലൻസ്, ഇതെല്ലാം ഈ നാട്ടിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇതൊന്നും നടന്ന ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈ കഴുകി മാറി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലാണ് നടന്നിരിക്കുന്നത്, വേറെയൊക്കെ ബാക്കികളാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ നടന്ന ഈ തീവട്ടിക്കൊള്ളയ്ക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷം ഈ ആരോപണങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതി തെളിയിക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനാണ്. അവരാണ് പിന്നെ കടകംപള്ളിയുടെ പേരിനകത്തേക്ക് വലിച്ചരിച്ചിട്ടത്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത അദ്ദേഹം ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. നിയമപരമായ ഫൈറ്റ് എത്ര നാളത്തേക്ക് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ കേവലം ഒരു വക്കീൽ നോട്ടീസ് അയച്ചതേ ഉള്ളൂ. അത് കോടതിയിലേക്ക് എത്തിക്കുമോ, അതിന് എതിരായിട്ടൊരു ഫൈറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാനേ പറ്റുകയുള്ളൂ.